Hello and welcome to Everyday English Speaking and Writing Skills. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ WAY way എന്ന ഇംഗ്ലീഷ് വാക്കുകൊണ്ടുള്ള സെന്റൻസസ് ആണ് പഠിപ്പിക്കുന്നത്. നമുക്ക് പൊതുവെ അറിയാവുന്ന അർത്ഥം WAY അതായത് വേ എന്ന് വെച്ചാൽ വഴി എന്നാണ്. പക്ഷെ ഇത് കൂടാതെ ഈ വാക്കുകൊണ്ടുള്ള വേറെ പല പ്രയോഗങ്ങളും ഉണ്ട്. അത് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. ഈ ലെസൺ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. നിനക്ക് റെസ്റ്റോറന്റിലേക്കുള്ള വഴി അറിയാമോ? നിനക്ക് റെസ്റ്റോറന്റിലേക്കുള്ള വഴി അറിയാമോ? Do you know the way to the restaurant? Do you know the way to the restaurant? The way to the restaurant എന്ന് പറഞ്ഞാൽ റെസ്റ്റോറന്റിലേക്കുള്ള വഴി. Do you know? നിനക്ക് അറിയാമോ? ഇവിടെ റെസ്റ്റോറന്റ് എന്ന് പറയുന്നത് റെസ്റ്റോറന്റ്. റെസ്റ്റോറന്റ്. അവളുടെ വഴിക്ക് കാര്യങ്ങൾ പോയില്ലെങ്കിൽ അവൾക്ക് ഭയങ്കര ദേഷ്യം വരും. അവളുടെ വഴിക്ക് കാര്യങ്ങൾ പോയില്ലെങ്കിൽ അല്ലെങ്കിൽ അവളുടെ വഴിക്ക് കാര്യങ്ങൾ നീങ്ങിയില്ലെങ്കിൽ അവൾക്ക് ഭയങ്കര ദേഷ്യം വരും. If things do not go her way, she gets very angry. If things do not go her way, she gets very angry. അപ്പോ go her way എന്ന് പറഞ്ഞാൽ അവളുടെ വഴിക്ക് പോയില്ലെങ്കിൽ, if things do not go her way, അവളുടെ വഴിക്ക്, she gets very angry. അവൾക്ക് ഭയങ്കര ദേഷ്യം വരും. വേറൊരു എക്സാമ്പിൾ നോക്കാം. Whatever you say, she will only do it her way. ഇവിടെ നമ്മൾ her way, അവളുടെ വഴി എന്നാണ് ഇവിടെ പറയുന്നത്. Whatever you say, നീ എന്തൊക്കെ പറഞ്ഞാലും she will only do it her way. അവളുടെ വഴിക്ക് മാത്രമേ അവൾ കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ. Whatever you say, നീ എന്തൊക്കെ പറഞ്ഞാലും she will only do it her way. ഇവിടെ നമുക്ക് her way എന്ന് പറയാം. ഒരു ആണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ his way, അല്ലെങ്കിൽ ഒരു കൂട്ടം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ their way ഒക്കെ പറയാവുന്നതാണ്. നിനക്ക് മോളിന്റെ വെളിയിലേക്കുള്ള വഴി അറിയാമല്ലോ അല്ലേ? നിനക്ക് മോളിന് വെളിയിലേക്ക് പോകുവാനുള്ള വഴി അറിയാമല്ലോ അല്ലേ എന്നാണ് ചോദിക്കുന്നത്. You know the way out of the mall, don't you? You know the way out of the mall, don't you? Don't you എന്ന് ചോദിച്ചാൽ അല്ല എന്ന അർത്ഥമാണ്. അപ്പോ you know the way out of the mall, way out of the mall എന്ന് പറഞ്ഞാൽ മോളിന് വെളിയിലേക്ക് പോകാനുള്ള വഴി നിനക്ക് അറിയാമല്ലോ. Don't you അല്ലേ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് വേ ഔട്ട് എന്നാണ് പറയുന്നത്. വേ ഔട്ട് ഓഫ് ദ മോൾ. ഇവിടെയും പ്രൊനൗൺസിയേഷൻ ശ്രദ്ധിക്കണം. മാൾ അല്ല, മോൾ അല്ല, മോൾ. മോൾ. എയർപോർട്ടിലേക്ക് പോകും വഴി നമുക്ക് പെട്രോൾ അടിക്കാം. എയർപോർട്ടിലേക്ക് പോകുന്ന വഴി നമുക്ക് പെട്രോൾ അടിക്കാം. We'll fill petrol on the way to the airport. We will fill petrol on the way to the airport. On the way to the airport. എയർപോർട്ടിലേക്ക് പോകുന്ന വഴി. On the way. We will fill petrol. നമ്മൾ പെട്രോള് അടിക്കാം. ഈ പെട്രോൾ ഇടുക എന്നതിനെ fill petrol എന്ന് പറയാം. അതല്ലെങ്കിൽ fill up petrol, അല്ലെങ്കിൽ വെറും fill up എന്ന് പറയാം. അതായത് we'll fill up on the way to the airport എന്ന് പറഞ്ഞാൽ നമ്മൾ സഞ്ചരിക്കുന്ന വാഹനത്തിൽ പെട്രോൾ ഫില്ല് ചെയ്യാം എന്ന മീനിങ് ആണ്. അതേപോലെ ഫ്യൂവൽ അപ്പ് അങ്ങനെയും പറയാം. We will fuel up on the way to the airport. അപ്പോ fill up, fuel up. ഇനി ടാങ്ക് അപ്പ് എന്ന് പറയും. ഇതൊരു ടിപ്പിക്കൽ അമേരിക്കൻ ഇംഗ്ലീഷിലാണ് ഇത് പറയുന്നത് കൂടുതലായും. അപ്പോ ടാങ്ക് അപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്ന കാറിന്റെയോ അല്ലെങ്കിൽ വണ്ടിയുടെ ടാങ്ക് നമ്മൾ ഫില്ലപ്പ് ചെയ്യാം. അതിനാണ് നമ്മൾ ടാങ്ക് അപ്പ് എന്ന് പറയുന്നത്. സോ വി വിൽ ടാങ്ക് അപ്പ് ഓൺ ദ വേ ടു ദി എയർപോർട്ട്. വി വിൽ ഫിൽ അപ്പ് ഓൺ ദ വേ ടു ദി എയർപോർട്ട്. വി വിൽ ഫ്യൂവൽ അപ്പ് ഓൺ ദ വേ ടു ദി എയർപോർട്ട്. നമ്മൾ സാധാരണ കേൾക്കാറുള്ള ഒരു യൂസേജ് തെറ്റായ യൂസേജ് ആണ്. വി വിൽ പുട്ട് പെട്രോൾ ഓൺ ദ വേ ടു ദി എയർപോർട്ട്. പുട്ട് പെട്രോൾ എന്നത് ശരിയായ ഇംഗ്ലീഷ് അല്ല. അതുകൊണ്ട് അത് നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. പലർക്കും ഈ റിസോർട്ടിൽ വഴി തെറ്റിയിട്ടുണ്ട്. പലർക്കും ഈ റിസോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു സുഖവാസ കേന്ദ്രം. ഓക്കെ, ആൾക്കാർ വെക്കേഷനും ഹോളിഡേയ്സിലും പോകുന്ന ഒരു സ്ഥലത്തിനെയാണ് നമ്മൾ പൊതുവെ റിസോർട്ട് എന്ന് പറയുന്നത്. റിസോർട്ട് എന്ന വാക്കിന് വേറെയും അർത്ഥങ്ങളുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ ഈ പറയുന്നത് ഹോളിഡേ റിസോർട്ട് എന്ന അർത്ഥത്തിലാണ്.
ലോസ്റ്റ് ദെയർ വേ എന്ന് പറഞ്ഞാൽ വഴി തെറ്റി പോകുക. ഓക്കെ, ലോസ്റ്റ് എന്നത് ലൂസ് എന്ന വാക്കിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ ലോസ്റ്റ് ദെയർ വേ, അല്ലെങ്കിൽ മെനി പീപ്പിൾ ലൂസ് ദെയർ വേ ഇൻ ദിസ് ഫോറസ്റ്റ്. അതായത് ഈ കാട്ടിനുള്ളിൽ വന്നാൽ പലർക്കും വഴി തെറ്റി പോവാറുണ്ട്. അപ്പോൾ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ ലൂസ് ദ വേ, പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ലോസ്റ്റ് ദ വേ. ഈ കുറുകിയ തെരുവുകളിലൂടെ വഴി കണ്ടുപിടിക്കാൻ ഒരു ലോക്കൽ ഡ്രൈവർക്ക് മാത്രമേ സാധിക്കൂ. ഈ ഇടുങ്ങിയ അല്ലെങ്കിൽ കുറുകിയ തെരുവുകളിലൂടെ വഴി കണ്ടുപിടിക്കാൻ ഒരു ലോക്കൽ ഡ്രൈവർക്ക് മാത്രമേ സാധിക്കൂ. ലോക്കൽ ഡ്രൈവർ എന്ന് പറയുന്നത് ആ പ്രദേശത്ത് തന്നെ ജീവിക്കുന്ന ആൾ, ഒരു തദ്ദേശ നിവാസി എന്ന മീനിങ് ആണ് നമ്മളിവിടെ ലോക്കൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Only a local driver can find his way through the maze of narrow streets. Only a local driver can find his way through the maze of narrow streets. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വാക്കുകൾ maze of narrow streets. Narrow street എന്ന് പറഞ്ഞാൽ വളരെ ഇടുങ്ങിയ സ്ട്രീറ്റ് അല്ലെങ്കിൽ തെരുവുകൾ. ഫൈൻഡ് ഹിസ് വേ ത്രൂ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇടയിലൂടെ വഴി കണ്ടുപിടിക്കാൻ. ഫൈൻഡ് ഹിസ് വേ ത്രൂ. കഴിഞ്ഞ സെന്റൻസിൽ നമ്മൾ എന്താ പറഞ്ഞത്? ലോസ്റ്റ് ദെയർ വേ. ഇവിടെ നമ്മൾ ഫൈൻഡ് ഹിസ് വേ. അപ്പോൾ ഫൈൻഡ് ഹിസ് വേ ത്രൂ എ മേസ് ഓഫ് നാരോ സ്ട്രീറ്റ്. മേസ് എന്ന് പറഞ്ഞാൽ വളരെ വളഞ്ഞും പുളഞ്ഞും പോകുന്ന വഴികൾ ഉൾപ്പെടുന്ന ഒരു കാര്യത്തെയാണ് നമ്മൾ മേസ് എന്ന് പറയാ. അത് വഴിയെ ഉദ്ദേശിച്ച് മാത്രമല്ല, ഇപ്പൊ കുറെ പ്രോബ്ലംസ്, ഒരു പ്രോബ്ലത്തിന് പിറകെ മറ്റൊരു പ്രോബ്ലം, അല്ലെങ്കിൽ അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ മേസ് ഓഫ് പ്രോബ്ലംസ് അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പൊ മേസ് എന്നത് ഞാനൊരു പിക്ചർ ഇമേജ് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് അതിനെ മനസ്സിലാക്കാൻ പറ്റും. ആക്ച്വലി ഇതിനെയാണ് നമ്മൾ മേസ് എന്ന് പറയാം. ഇപ്പൊ ചില കുട്ടികൾക്കൊക്കെ കളിക്കാനായിട്ട് ഇങ്ങനത്തെ മേസ് പസിൽസ് കൊടുക്കും അല്ലേ? അപ്പോ അല്ലെങ്കിൽ ചില പേപ്പറിലൊക്കെ അല്ലെങ്കിൽ മാഗസീനിലൊക്കെ ഇങ്ങനത്തെ മേസിന്റെ ചില കളികൾ ഉണ്ടാവും. ഒരു സ്ഥലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഫിനിഷ് ചെയ്യുക. അപ്പോൾ വളഞ്ഞും പൊളഞ്ഞിട്ടാണ് പോകുന്നത്. അതിനെയാണ് നമ്മൾ മേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓൺലി എ ലോക്കൽ ഡ്രൈവർ. അപ്പോൾ ലോക്കൽ ആയിട്ടുള്ള ഒരു ഡ്രൈവർക്ക് മാത്രമേ വി ക്യാൻ ഫൈൻഡ് ഹിസ് വേ ത്രൂ ദ മേസ് ഓഫ് നാരോ സ്ട്രീറ്റ്. ഇതിലൂടെ പോകാൻ വഴിയില്ല, കെട്ടിടത്തിനെ ചുറ്റി പോകണം. ഇതിലൂടെ പോകാൻ വഴിയില്ല, കെട്ടിടത്തിനെ ചുറ്റി പോകണം. There is no way through here. You will have to go around the building. There is no way through here. അപ്പോൾ way through എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിലൂടെ. You will have to go around the building. ബിൽഡിങ്ങിനെ ചുറ്റിയിട്ട് തന്നെ പോകണം, അല്ലാതെ ഇതിന്റെ ഉള്ളിലൂടെ പോകാൻ പറ്റില്ല, അതിൽ വഴിയില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് വേ ത്രൂ. നിന്റെ തലമുടി ചെയ്തു വച്ചിരിക്കുന്ന വിധം എനിക്ക് ഇഷ്ടപ്പെട്ടു. നിന്റെ തലമുടി ചെയ്തു വച്ചിരിക്കുന്ന വിധം, അതായത് ഹെയർ സ്റ്റൈൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഐ ലൈക്ക് ദ വേ യു ഹവ് ഡൺ യുവർ ഹെയർ. ഐ ലൈക്ക് ദ വേ യു ഹവ് ഡൺ യുവർ ഹെയർ. ദ വേ യു ഹവ് ഡൺ, നീ ചെയ്തിരിക്കുന്ന വിധം. നിന്റെ ഹെയർ, നിന്റെ തലമുടിയെ വെച്ച് നീ ചെയ്തിരിക്കുന്നത് വിധം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഐ ലൈക്ക് ദ വേ യു ഹവ് ഡൺ യുവർ ഹെയർ. വീട് ഏത് ദിക്ക് നോക്കിയാണ് ഇരിക്കുന്നത്? വീട് ഏത് ദിക്ക് നോക്കിയാണ് ഇരിക്കുന്നത്? വിച്ച് വേ ഡസ് ദ ഹൗസ് ഫേസ്? ഫേസ്. വിച്ച് വേ ഡസ് ദ ഹൗസ് ഫേസ്? ഇവിടെ നമ്മൾ ഫേസ് എന്നത് മുഖം എന്നുള്ളതല്ല, ആ വീട് ഏത് സൈഡിലേക്ക് അല്ലെങ്കിൽ ഏത് ഡയറക്ഷനിലേക്ക് നോക്കിയാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ വീട് വെച്ചിട്ടുള്ളത്. വടക്കാണോ, കിഴക്കാണോ, പടിഞ്ഞാറാണോ, തെക്കാണോ, എക്സെട്ര. ഓക്കെ, ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് നമുക്ക് പറയേണ്ടത് ഇറ്റ് ഫേസസ് ദ നോർത്ത്, അതായത് വടക്കോട്ട് നോക്കിയാണ് ആ വീട് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇറ്റ് ഫേസസ് ദ സൗത്ത്. ഇറ്റ് ഫേസസ് എന്നാണ് നമ്മൾ പറയേണ്ടത്. ഇറ്റ് ഫേസസ് എന്ന് പറഞ്ഞിട്ട് ആ ഡയറക്ഷൻ കാണിക്കുക, അല്ലെങ്കിൽ നോർത്ത് ആണോ, സൗത്ത് ആണോ, കിഴക്കാണോ, പടിഞ്ഞാറാണോ എന്ന് നമ്മൾ പറയണം.
ഈ പെട്ടിയുടെ ഏത് ഭാഗമാണ് മുകളിൽ വരേണ്ടത്? അപ്പൊ നമ്മളൊരു ലഗേജ് ഒക്കെ അടുക്കി വെക്കുകയാണ്. അപ്പോൾ പൊട്ടുന്ന സാധനങ്ങൾ അടുക്കിയിട്ടുള്ള ഒരു ബോക്സ് ആണ് നമ്മുടെ കയ്യിൽ. അപ്പോൾ ഈ ഏത് ഭാഗമാണ് മുകളിൽ വരേണ്ടത്? Which side of this box should be on top? Which side of this box should be on top അല്ലെങ്കിൽ on the top അങ്ങനെയും പറയാം. അപ്പോൾ ഏത് ഭാഗമാണ് ഈ പെട്ടിയുടെ ഏത് ഭാഗമാണ് ടോപ്പിൽ വരേണ്ടത്, മേലെ വരേണ്ടത്? ഇതിനെ നമുക്ക് വേറൊരു രീതിയിലും പറയാം. Which way up should this box be? Which way up? അപ്പോൾ ഇവിടെ നമ്മൾ യൂസേജ് നോക്കണം. വേ അപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിലേക്കുള്ള സൈഡ് ഏതാണ്? Which way up should this box be? അപ്പോൾ താങ്ക് യു വെരി മച്ച്. ലെസൺ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.